ഹലോ. മലബാറിലെ ട്രഡീഷണൽ സ്നാക്കായിട്ടുള്ള ഉന്നക്കായ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ്. ഉന്നക്കായ ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല. സോ നമുക്കതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ അധികം പഴുക്കാത്ത പഴം എടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക, ഒന്ന് സ്റ്റീം ചെയ്യണം. ഞാൻ ഇവിടെ 4 പഴം എടുത്തിട്ടുള്ളത്. നമ്മളെ പുട്ട് മേക്കറിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോർമൽ സ്റ്റീമർ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഞാൻ ഇവിടെ 1 by 1 ആയിട്ട് ഒരു ബനാന പുട്ട് മേക്കറിലിട്ടിട്ടാണ് സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ളത്. അത് നല്ലോണം ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. പുഴുങ്ങിയിട്ടെടുക്കുന്ന പഴത്തിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് ഉണ്ടാക്കിയിട്ട് നല്ലോണം ബെറ്ററായി തോന്നിയിട്ടുള്ളത് സ്റ്റീം ചെയ്തുണ്ടാക്കുമ്പോഴാണ് കേട്ടോ. കാരണം പുഴുങ്ങുമ്പോൾ ചിലപ്പോൾ അതിൽ വാട്ടർ കണ്ടൻറ്റ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്യാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്ററായിട്ട് ആ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടും. അത് നല്ലോണം മാഷ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് വെക്കാം. എന്നിട്ട് നമുക്കിനി അതിലേക്ക് വേണ്ട ഫില്ലിംഗ് ആണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. കുറച്ച് കാഷ്യൂ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. കിസ്മിസ് ചെറുതാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, വലുതാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് നെയ്യ് ഇട്ടിട്ട് കാഷ്യൂം റൈസിൻസും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റ് കാഷ്യൂ ഇട്ടിട്ട് അതൊന്ന് റോസ്റ്റായി വരുന്ന ടൈമിൽ കിസ്മിസ് അതിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് അതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം, ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വരുന്ന വരെ. ഇതിനെ നമുക്കൊരു ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി സെയിം പാനിലോട്ട് തന്നെ കുറച്ച് നെയ്യ് ആഡ് ചെയ്തതിന് ശേഷം ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള എഗ്ഗ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇതിലോട്ട് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കാർഡമം പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ട് കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ചിലർ ഗ്രേറ്റഡ് കോക്കനട്ടും നട്ട്സും മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് വെക്കാറ്. ചിലർ എഗ്ഗും നട്ട്സും ആണ് വെക്കാറ്. അത് ഓരോരുത്തരുടെ ചോയ്സാണ്. ഞാൻ 2 യൂസ് ചെയ്യാറുണ്ട്. കുറച്ച് കോക്കനട്ട് യൂസ് ചെയ്യും, കുറച്ച് എഗ്ഗ് യൂസ് ചെയ്യും. നമ്മളെ ചോയ്സിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഫില്ലിങ് കുഴപ്പമില്ല. അപ്പോൾ ഫില്ലിങ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി നമുക്ക് ഉന്നക്കായ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഫസ്റ്റ് തന്നെ കൈയൊന്ന് ഓയിലിൽ ഗ്രീസ് ചെയ്തതിന് ശേഷം നേരത്തെ മാഷ് ചെയ്ത് വെച്ച ബനാന എടുത്തിട്ട് ചെറിയ ബോളാക്കി എടുക്കാം. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്യാം. കയ്യിലിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഫില്ലിങ് അതിലോട്ട് വെച്ചിട്ട് ഒന്നതിനെ ഫോൾഡ് ചെയ്തെടുക്കാം. ആ ഒരു ഷേപ്പ് കറക്റ്റ് ചെയ്തിട്ട് നമുക്കതിനൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ഫുൾ ബോൾസ് റെഡിയാക്കി എടുക്കാം. ബോൾസൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം ഉന്നക്കായ നമുക്ക് ഓരോന്നായിട്ട് അതിലോട്ട് വെച്ചെടുക്കാം. ഉന്നക്കായൊക്കെ ഒന്ന് ആയി വരുമ്പോൾ അതിനൊന്ന്
മറിച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഫ്ലിപ്പ് ചെയ്യാം. ഒരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമ്മൾ ഓയിലിട്ട് അതിനൊന്ന് പൊരിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ ഉന്നക്കായ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. എണ്ണ പിടിക്കാതിരിക്കാൻ ഒരു ടിഷ്യൂ പ്ലേറ്റിൽ വെച്ചതിന് ശേഷം വേണം ഉന്നക്കായയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഉന്നക്കായ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.